ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു തക്കാളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള തക്കാളിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സവാള കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും അതേപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സിമ്പിൾ തക്കാളിക്കറി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാവേ. നല്ല കനം കുറഞ്ഞിട്ടാണ് സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇത് സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തക്കാളി കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി സവാളയൊക്കെ ഒന്ന് മൂടി കൊടുത്തിട്ട് മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ തക്കാളി കറി ഏതാണ്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. നമുക്കൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.